ഞാൻ അസിയ അയ്യൂബ്. ഇന്നത്തെ നമ്മുടെ ഒരു കല്യാണ കഥയാണ്. അതെ, നമ്മുടെ അജ്മലിന്റെ നിക്കാഹ് ദിവസമാണ് ഇന്ന്. രാവിലെ 11:30-ക്കാണ് നിക്കാഹ്. അപ്പം ഞാനും അമ്മച്ചിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് യൂഷ്വൽ ഞങ്ങൾ രണ്ടുപേരും സെയിം ഔട്ട്ഫിറ്റ് ആയിരുന്നു. ഒരു റെസ്റ്റോറൻറ്റ് ഷെയ്ഡിൽ വരുന്ന എംബ്രോയ്ഡറി വർക്കുള്ള ഒരു സൽവാർ സ്യൂട്ടായിരുന്നു. ഞാൻ കുറച്ചൊരു ഹെവി ഇയറിങ്സും കൂടെ ആഡ് ചെയ്തപ്പോൾ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയി. അജ്മലിൻ്റെ കല്യാണം ഉറപ്പിച്ചപ്പോൾ തന്നെ ഞാൻ നേരത്തെ ഡിസൈഡ് ചെയ്തിരുന്നു റെസ്റ്റോറൻറ്റ് ഷെയ്ഡ് വരുന്ന ഒരു സൽവാർ ലൈറയിൽ കസ്റ്റമൈസ് ചെയ്യണമെന്ന്. അങ്ങനെ അമ്മച്ചിയും ഞാനും ചെറിയ കളർ ഷെയ്ഡ് ഡിഫറൻസിൽ വരുന്ന സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്ന സൽവാറാണ് നിക്കാഹിന് വെയർ ചെയ്തിരുന്നത്. അപ്പോൾ വേണ്ടവർ നമ്മുടെ ലൈറയിൽ DM ചെയ്താൽ മതി കേട്ടോ. ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞാനും അമ്മച്ചിയും എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ സെഷനും ഫിറ്റ് കഴിഞ്ഞ് താഴെ പോയപ്പോൾ നമ്മുടെ മാണി എന്നെ കാണിച്ചു തരാണ് അവൻ്റെ പുതിയ ടാറ്റു, ചെറി ബ്ലോസത്തിൻ്റെ ടാറ്റു. അത് കഴിഞ്ഞപ്പോൾ മിന്നു ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു പോവാനായിട്ട്. തൊടുപുഴ നെയ്നാർപ്പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നിക്കാഹ് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിക്കാഹിന് നമ്മൾ ഒരു 11:30 കഴിഞ്ഞപ്പോൾ എത്തി. നിക്കാഹ് കഴിഞ്ഞിട്ട് അപ്സ്റ്റേഴ്സിലാണ് സ്റ്റേജ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കനും കല്യാണ പെണ്ണും, അജ്മലും ഡോക്ടർ ഫാലിലയും. നമ്മുടെ ബ്രൈഡ് BDS ഡോക്ടറാണ്. അങ്ങനെ അപ്പു എന്നെ കാണിച്ചു തരാണ് അപ്പുവിൻ്റെ ഔട്ട്ഫിറ്റ്. അതെല്ലാം കഴിഞ്ഞ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എല്ലാവരും മാറി മാറി നിന്ന് എടുക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ഫങ്ഷൻസിനും ഞാൻ ഈ സെയിം ഹീൽസ് ആണ് വെയർ ചെയ്യാറുള്ളത്. ഇത് ഞാൻ 2022 എൻ്റെ ഒരു കസിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഇത്രയും ലാസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഇനിയും കുറേ ഫങ്ഷൻസിന് ഈ ഹീൽസ് തന്നെ ഇടാൻ പറ്റുമായിരിക്കും. പിന്നെ എനിക്ക് വെയർ ചെയ്യാനും ഭയങ്കര കംഫർട്ടബിൾ ആണ്. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് കൈപ്പൊത്തി പോകുന്ന നമ്മുടെ പ്രമുഖർ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നിക്കാഹ് ഫംഗ്ഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കരിക്ക് ഷേക്കായിരുന്നു. നല്ല രുചിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു കരിക്ക് ഷേക്കൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. മന്തിയും ബിരിയാണിയും അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കമ്മലിൻ്റെ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. കുറച്ചധികം ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഇടുമ്പോൾ ഇപ്പോൾ ഞാൻ ബാൻഡേജ് ഒട്ടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അത്ര ഹെവി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് മധുരം കഴിക്കാനായിട്ട് പോയപ്പോൾ കെന്നഡി ചേട്ടൻ അഞ്ചു ചേച്ചിക്ക് മധുരം കൊടുക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു ഫിറ്റ് ചെക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു സൈഡിൽ മാറി നിന്ന് എടുത്തോണ്ടിരുന്നപ്പോൾ മിന്നു പറഞ്ഞു നമുക്ക് കുറച്ചുകൂടി വെളിച്ചത്ത് പോയി നിന്ന് എടുക്കാതെ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഈ ദിവസം കഴിഞ്ഞു. അപ്പോൾ ശരി കേട്ടോ.